السلام عليكم ورحمة الله وبركاته. اللهم صل على سيدنا محمد الفاتح لما علق والختم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. വളരെ ഉപകാരപ്പെട്ട പ്രയോജനപ്പെടുന്ന ഒരു അറിവാണ് പറയുന്നത്. ഈ ഒരു സൂറത്ത് നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് മറ്റൊന്നും ആവശ്യമായി വരികയില്ല. അത്രയും മഹത്വമുള്ള, പറഞ്ഞാൽ തീരാത്ത അത്ഭുത ഫലങ്ങളുള്ള ഒരു സൂറത്തിനെ പറ്റിയാണ് പറയുന്നത്. നമുക്ക് ദിവസവും ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവരാണ്. പക്ഷേ അതിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് മുഴുവനായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. കുറച്ചെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് ഓതിയാൽ വളരെ വലിയ ഫലം അനുഭവിച്ചറിയാൻ കഴിയും. ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടിയ സൂറത്താണ്. വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ, പറഞ്ഞാൽ തീരില്ല അത്രയും അത്ഭുതം നിറഞ്ഞ ഈ സൂറത്ത് ഓതാതെ ഒരു ദിവസം കഴിഞ്ഞു പോകാൻ നമുക്ക് സാധ്യമല്ല. കാരണം നമുക്കറിയാം, സൂറത്തുൽ ഫാത്തിഹയെ പറ്റിയാണ് പറയുന്നത്. നിസ്കാരത്തിൽ നാം എല്ലാ റക്അത്തിലും ഓതുന്ന സൂറത്താണ്. ഈ സൂറത്ത് ഓതാതെ നിസ്കാരം സ്വീകരിക്കുക തന്നെയില്ല. ഒരിക്കൽ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറഞ്ഞു, നബിയെ, ഞാൻ ചിലപ്പോൾ നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ മാത്രം ഓതി റക്അത്ത് അവസാനിപ്പിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വളരെ മെച്ചപ്പെട്ടത് തന്നെ. അൽ ബഖറ കൊണ്ടും ആല് ഇമ്രാൻ കൊണ്ടും സൂറത്ത് നിസാ, മാഇദ തുടങ്ങിയവ കൊണ്ടൊന്നും സാധിക്കാത്ത കാര്യം ഫാത്തിഹ കൊണ്ട് മാത്രം സാധിക്കുന്നു. അപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, ഞാൻ ചിലപ്പോൾ അൽ ബഖറയും ഈ പറഞ്ഞ സൂക്തങ്ങളുമൊക്കെ ഓതാറുണ്ട്, ഫാത്തിഹ ഓതാതെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫാത്തിഹ തന്നെ മതി ഖുർആൻ മുഴുവൻ ഓതിയ കൂലി കിട്ടാൻ. ഫാത്തിഹ ഒരു തുലാസിൻ്റെ ഒരു തട്ടിലും മറ്റേ തട്ടിൽ ബാക്കി ഖുർആൻ മുഴുവൻ വച്ചാലും ഫാത്തിഹ തട്ടിൽ 7 ഇരട്ടി കനം തൂങ്ങും. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. അത്രയും മഹത്വങ്ങൾ നിറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയെ പറ്റി മഹാന്മാർ രചിച്ച ചില ബൈത്ത്, അതിൽ ആ മഹാത്മാക്കൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ താഴെ ഞാൻ പറയാം. മഹാന്മാർ പറയുന്നു, നീ ഒരു ഐശ്വര്യവാനും ദാരിദ്ര്യത്തിൽ നിന്ന്, ഇല്ലായ്മയിൽ നിന്നും മുക്തനാകുവാൻ ഉദ്ദേശിച്ചാൽ ഫാത്തിഹയെ കൈവിടാതിരിക്കുക. അതിലടങ്ങിയ രഹസ്യങ്ങൾ അത്ഭുതകരം. രാത്രി നീ ഫാത്തിഹ ഓതാതിരിക്കരുത്. എല്ലാ നല്ല കാര്യങ്ങളുടെയും കാരണമായി ഫാത്തിഹ അത് പ്രവർത്തിക്കുന്നു. ജനസ്വാധീനത്തിനും അത് ഉപകരിക്കും. എല്ലാ സംഗതികളിലും സ്വീകാര്യത ലഭിക്കുവാൻ ഫാത്തിഹ പ്രയോജനപ്പെടും. ദുരിതങ്ങൾ അകലാനും അതുതന്നെ മതി. നീ അതുകൊണ്ട് അശ്രദ്ധവാനാവാതിരിക്കുക. പിന്നേക്ക് അത് നീട്ടിവെക്കാതിരിക്കുക. നിന്റെ ലക്ഷ്യങ്ങളെല്ലാം ഇതുകൊണ്ട് സാക്ഷാത്കരിക്കും. പിണങ്ങിയവരെ ഇണക്കാനും ഇണങ്ങിയവരെ വേർപ്പെടുത്താനും ഒക്കെ ഉതകുന്ന അക്ഷരങ്ങൾ അതിലുണ്ട്. പ്രധാനപ്പെട്ട പല കാര്യങ്ങളും അത് എഴുതി ചുമന്നാൽ സാധിക്കും. അതിലുള്ള പ്രകാശാക്ഷരങ്ങൾ പിണങ്ങിയവരെ ഇണക്കാൻ പ്രയോജനപ്പെടും. അവകൊണ്ട് മനുഷ്യഹൃദയങ്ങളെ നിന്നിലേക്ക് ആകൃഷ്ടമാക്കാൻ സാധിക്കും. മറ്റുള്ള അക്ഷരങ്ങളാകട്ടെ ഭിന്നിപ്പിക്കാനും വേർപ്പെടുത്താനും ഉതകുന്നതുമാകുന്നു. ഇതെല്ലാം പരീക്ഷിച്ചറിഞ്ഞ സത്യമാണ്. യുവാക്കൾക്കും വൃദ്ധന്മാർക്കുമെല്ലാം ഫാത്തിഹ ശക്തി വർദ്ധിപ്പിക്കുന്നു. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ, മഹാന്മാർ, അത്ഭുതങ്ങളടങ്ങിയ ഫാത്തിഹ സൂറത്താണ്. ദിവസവും നാം ഓതിക്കൊണ്ടിരിക്കുക. വൈകുന്ന സമയത്തൊക്കെ ഓതുക. ഏതെങ്കിലും എത്രയെങ്കിലും ഒരു എണ്ണം, കഴിയുന്ന എണ്ണം കൃത്യമായി ഓതുക. അങ്ങനെ ചെയ്താൽ വളരെ വലിയ ഫലം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അത് മഹാന്മാർ പറഞ്ഞ ഒരു വലിയ വഴിയാണ്. സുബഹയുടെ സുന്നത്തിനും ഫർദിനും ഇടക്ക്, സുബഹയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്ന് അവിടെ സംസാരിക്കാതെ 41 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. ബിസ്മിയോടുകൂടി ഫാത്തിഹ ഓതണം. അങ്ങനെ ഓതിയാൽ അയാൾ ഉദ്ദേശിച്ച പദവിയിൽ അയാൾ എത്തിച്ചേരും. ദരിദ്രനാണെങ്കിൽ അയാൾ സമ്പന്നനാകും. കടക്കാരനാണെങ്കിൽ അയാളുടെ കടം വീടും. രോഗിയാണെങ്കിൽ ഉടനെ സുഖപ്പെടും. ദുർബലനാണെങ്കിൽ ശക്തനാകും. അവഗണിക്കപ്പെട്ടവൻ പ്രതാപിയാകും. അയാൾക്ക് തുല്യരായ പ്രതാപികൾ ദുർബലമാകും. ഉപരിലോകത്തും അധോലോകത്തും അയാൾ ആദരണീയനാകും. അയാളുടെ വാക്കുകളും കർമ്മങ്ങളും വിലപ്പെട്ടതാകും. അയാളെ അനുസരിക്കാത്തവർ ആരും ഉണ്ടാവില്ല. എല്ലാവരുടെയും അംഗീകാരവും സ്നേഹവും അയാൾ പിടിച്ചുപറ്റും. അയാളത് ഓതൽ പതിവാക്കുന്ന കാലത്തോളം അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷിതത്വം അയാൾ ലഭിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിൻ്റെ കാവലും അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും.
ഇത് വളരെ ഫലവത്തായ ഒരു രീതിയാണ്. തുടർച്ചയായി ചെയ്തു പോകണം. വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ കാണാൻ സാധിക്കും. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് കഴിയുന്ന സമയത്തൊക്കെ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുക. സുബഹയുടെ സുന്നത്തിനും ഫർദിനും ഇടയ്ക്ക് അവിടെ തന്നെ ഇരുന്ന് 41 തവണ ബിസ്മിയോടുകൂടി ഫാത്തിഹ ഓതുക. അള്ളാഹുവോട് ദുആ ചെയ്യുക. എല്ലാ പ്രശ്നങ്ങൾക്കും ഉടനടി പരിഹാരം ലഭിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്.